കോട്ടയം ജില്ലയിൽ ഒരു ഗ്രാമപ്രദേശത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെക്കുറിച്ചാണ് പറയുന്നത്. വേണമെങ്കിൽ അതിനെ ഒരു കാരുണ്യ ഭവൻ എന്ന് പറയാം. സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രോം, ഓട്ടിസം മുതലായ ശാരീരിക ദൗർബല്യങ്ങൾ ബാധിച്ച 250ഓളം പേരെ പരിപാലിക്കുന്ന ഒരു സ്ഥാപനമാണിത്. 10-12 ഏക്കർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായി ഡിസൈൻ ചെയ്ത, അതനുസരിച്ചുണ്ടാക്കിയിട്ടുള്ള നിർമ്മിതികൾ, കെട്ടിടങ്ങൾ, അത്തരം ഒരു സ്ഥാപനം. ആ സ്ഥാപനം ഇന്ന് വലിയൊരു ചോദ്യചിഹ്നത്തെ, ഒരു പ്രശ്നത്തെ നേരിടുകയാണ്. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ FCRA, ആ നിയമത്തിൽ കൊണ്ടുവരാൻ പോകുന്ന ഭേദഗതികൾ കേന്ദ്ര സർക്കാർ അതിപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുക. അത് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങളുടെ മുമ്പിൽ ഈ സ്ഥാപനം ആശങ്കയോടുകൂടി നിൽക്കുകയാണ്. സാമൂഹിക സേവനങ്ങൾക്കും മറ്റുമായി വിദേശത്ത് ലഭിക്കുന്ന ഫണ്ടുകൾ അല്ലെങ്കിൽ സംഭാവനകൾ, അതിനെ നിയന്ത്രിക്കാൻ നേരത്തെ മുതലേ ചില നിയമങ്ങളുണ്ട്. പക്ഷേ BJP സർക്കാർ വന്നതിന് ശേഷം അതിൽ കൂടുതൽ കർശനമായ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിരുന്നു. അതേ തുടർന്ന് ധാരാളം മതസംഘടനകളുടെ, അത് ക്രൈസ്തവർ മാത്രമല്ല മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ബാധകമാണ്, അത്തരം സംഘടനകളുടെ ധാരാളം അക്കൗണ്ടുകൾ കേന്ദ്ര സർക്കാർ മരവിപ്പിക്കുകയുണ്ടായി. അതായത് അതിപ്പോൾ പ്രവർത്തിക്കുന്നില്ല. അല്ലെങ്കിൽ ആ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് വിദേശത്ത് നിന്ന് പണം കൊണ്ടുവരാനോ സംഭാവന സ്വീകരിക്കാനോ സാധിക്കുന്നില്ല. ഇപ്പോൾ ഇതാ വീണ്ടും അതിന്മേൽ കൂടുതൽ മാരകമായ വ്യവസ്ഥകൾ എഴുതി ചേർത്തുകൊണ്ട് പുതിയ ഭേദഗതി ബില്ല് വന്നിരിക്കുകയാണ്. അതിൽ പറയുന്നത് ഇത്തരത്തിലുള്ള FCRA അക്കൗണ്ടുകൾ സർക്കാർ റദ്ദാക്കുകയോ അല്ലെങ്കിൽ അതിന്റെ കാലാവധി കഴിയുമ്പോൾ അത് പുതുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഈ ഫണ്ട് വഴി സംഭാവന ലഭിച്ചത് എന്തിനു വേണ്ടിയാണോ അതിൽ നിന്ന് വക മാറി ചെലവഴിക്കുകയോ ചെയ്താൽ, അങ്ങനെ സർക്കാരിന് ബോധ്യപ്പെട്ടാൽ, ഈ ഫണ്ട് ഉപയോഗിച്ച് നേരത്തെ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ, വാങ്ങിയിട്ടുള്ള ഭൂമി അല്ലെങ്കിൽ വാഹനങ്ങൾ, ഈ വക ആസ്തികൾ കേന്ദ്ര സർക്കാരിന് പിടിച്ചെടുക്കാം എന്നൊരു വ്യവസ്ഥയാണ് ഇപ്പോൾ ഈ ഭേദഗതി ബില്ലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ചുമതല വഹിക്കുന്നതിന് ഈ നിയമപ്രകാരം ഒരു പ്രത്യേക അതോറിറ്റിയെ കേന്ദ്ര സർക്കാർ നിയമിക്കും. ഏതെങ്കിലും അക്കൗണ്ടുകളിൽ വന്ന പണം ഉപയോഗിച്ച് ഉണ്ടാക്കിയ ആസ്തികൾ പിടിച്ചെടുക്കണോ, അതെങ്ങനെ ചെയ്യണം, അതിന്റെ ഭാവി കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഈ അതോറിറ്റിക്കായിരിക്കും. ഇതാണ് ഇപ്പോൾ പാർലമെന്റിന് മുമ്പിൽ ചർച്ചയ്ക്കായി വന്നിട്ടുള്ള ഭേദഗതി ബില്ല്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കാരുണ്യ ഭവൻ, ശാരീരികവും മാനസികവുമായിട്ട് ദൗർബല്യം നേരിടുന്ന 250ഓളം പേരെ സംരക്ഷിക്കുന്ന ആ സ്ഥാപനം, അതിന് നേരത്തെ ഇതുപോലെ അക്കൗണ്ട് ഉണ്ടായിരുന്നു, FCRA അക്കൗണ്ട് ഉണ്ടായിരുന്നതാണ്. എന്തോ കാരണങ്ങളാൽ അത് റദ്ദാക്കി. ഇപ്പോൾ അവര് തദ്ദേശീയമായി ലഭിക്കുന്ന സഹായങ്ങള്, ഫണ്ടുകള്, സംഭാവനകൾ, അതൊക്കെ ഉപയോഗിച്ചാണ് ഈ സ്ഥാപനം നടത്തിപ്പോരുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. മാനസികവും ശാരീരികവുമായിട്ടുള്ള ദൗർബല്യങ്ങൾ നേരിടുന്ന 250ഓളം പേരെ വളരെ മനോഹരമായ ഒരു അന്തരീക്ഷത്തിൽ, അല്ലാതെ ഒരു ഷെഡിൽ എല്ലാവരെയും പാർപ്പിച്ച് അവരെ നോക്കുന്ന ഒരു ഏർപ്പാടല്ല ഇത്. 10-12 ഏക്കർ സ്ഥലത്ത് മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള നിർമ്മിതികളിൽ അവരെ പാർപ്പിച്ച് അവരെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം. അവർക്കിപ്പോൾ വിദേശ സഹായം ലഭിക്കുന്നില്ല, കാരണം അവരുടെ അക്കൗണ്ട് റദ്ദാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അവർ നേരിടുന്ന പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ അക്കൗണ്ട് റദ്ദായിരിക്കുന്നു. അപ്പം ആ അക്കൗണ്ടിലൂടെ വന്ന പണം ഉപയോഗിച്ച് നേരത്തെ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങളോ അല്ലെങ്കിൽ വാങ്ങിയ ഭൂമിയോ ആസ്തികളോ അവരുപയോഗിക്കുന്ന വാഹനങ്ങളോ ഒക്കെ കേന്ദ്ര സർക്കാരിന് കണ്ടുകെട്ടാം അല്ലെങ്കിൽ പിടിച്ചെടുക്കാം. അത്തരത്തിലുള്ള ഒരു വലിയ ഭീഷണിയുടെ മുമ്പിൽ നിൽക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ സ്ഥാപനം. ഇതൊരു സ്ഥാപനത്തിന്റെ പ്രശ്നമല്ല. നൂറുകണക്കിന്, ആയിരക്കണക്കിന് എന്ന് പറയാവുന്ന രീതിയിലുള്ള സ്ഥാപനങ്ങള്, സന്നദ്ധ സഹായ സംഘടനകള്, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രൈസ്തവ സഭാ വിഭാഗങ്ങളുടെ അതുപോലെയുള്ള സന്നദ്ധ സംഘടനകളുടെയൊക്കെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, അവരെ എല്ലാം നേരിടുന്ന ഒരു വലിയ ഭീഷണി, അതായത് ഒരു മാരകമായ ആയുധം എന്ന് തന്നെ പറയാം. ഇവർക്കെതിരായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ശക്തമായ ഒരു ആയുധം. അങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഈ ബില്ല് വിഭാവന ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ നേരത്തെ പറഞ്ഞ സ്ഥാപനത്തിന് ഭയപ്പെടുന്നതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. നേരത്തെ ലഭിച്ചിട്ടുള്ള ഫണ്ട് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ വേണമെങ്കിൽ ഈ നിയമം കർക്കശമായിട്ട് നടപ്പാക്കാൻ സാധിക്കും. പറഞ്ഞാലോ, ഇത് സ്പെഷ്യൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇത്തരം സ്പെഷ്യൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിനാവശ്യമായ ഒരു BEd കോഴ്സ് അത് ഈ സ്ഥാപനം നടത്തുന്നുണ്ട്. ആ ഒരു കോളേജ് നടത്തുന്നതിന്റെ പേരിൽ തന്നെ വേണമെങ്കിൽ ഈ ഭേദഗതി നിയമം പാസ്സായാൽ ഈ സ്ഥാപനത്തിനെതിരെ നടപടികൾ എടുക്കാൻ സാധിക്കും. മറ്റൊരു ഉദാഹരണം പറഞ്ഞാല്, കേരളത്തിലെ ഒരു ക്രൈസ്തവ സഭയുടെ ആസ്ഥാന മന്ദിരം, അതിന്റെ നിർമ്മിതിക്ക് വിദേശത്തു നിന്ന് ലഭിച്ച ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ നിർമ്മാണത്തിന്റെ ഒരു ഭാഗം, അതിന്റെ ചെലവ് വഹിച്ചത് ഈ ഫണ്ട് ഉപയോഗിച്ചാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. പറഞ്ഞല്ലോ,
BJP സർക്കാർ വന്നതിന് ശേഷം വളരെ ബോധപൂർവം പ്രത്യേകിച്ച് ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ റദ്ദാക്കിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ സ്ഥാപനത്തിന്റെ അക്കൗണ്ടും ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ വേണമെങ്കിൽ ഈ പുതിയ ഭേദഗതി നിയമം അനുസരിച്ച് സഭയുടെ ഈ ആസ്ഥാന മന്ദിരം അതിന്റെ നിർമ്മിതിക്ക് വിദേശത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള ഫണ്ടിന്റെ ഒരു ഭാഗം ചെലവഴിച്ചിട്ടുണ്ട് എന്ന കാരണം പറഞ്ഞ് സർക്കാരിന് പിടിച്ചെടുക്കാൻ സാധിക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിനെതിരായിട്ട് ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ, അതുപോലെ തന്നെ വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന മറ്റ് സന്നദ്ധ സംഘടനകൾ, ഇവരൊക്കെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് സന്നദ്ധ സംഘടനകളുടെ അല്ലെങ്കിൽ മിഷൻ സംഘടനകളുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുമെന്ന് അവര് വലിയ ആശങ്കയോടുകൂടി കാണുകയാണ്. ഇത് നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ഉറപ്പു തരുന്ന മതനിരപേക്ഷതയ്ക്കും പൗരാവകാശങ്ങൾക്കും എതിരാണ് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ സർക്കാരിന് അതൊന്നും പ്രശ്നമല്ല. അവരെ ഇക്കാര്യത്തിൽ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി നീങ്ങുകയാണ്. ഈ ഭേദഗതി നിയമം മൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്ന ക്രൈസ്തവ സംഘടനകളാണ്. കേരളത്തിൽ 500-ലേറെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ, അതായത് ആശുപത്രികള്, നഴ്സിംഗ് വിദ്യാലയങ്ങള്, കലാലയങ്ങള്, അനാഥശാലകള്, പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ, അങ്ങനെ 500ഓളം സ്ഥാപനങ്ങൾ, ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ വിദേശ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ ഇങ്ങനെ ഫണ്ട് ലഭിക്കുന്ന സ്ഥാപനങ്ങളിൽ 60% ക്രൈസ്തവ സഭാ വിഭാഗങ്ങളിൽ പെട്ടതാണ്. ഇത് ചരിത്രപരമായ ഒരു സത്യം കൂടെയാണ്. കേരളം വളരെ ഉച്ചത്തിൽ കൊട്ടിഘോഷിക്കുന്ന നമ്മുടെ മോഡൽ ഉണ്ടല്ലോ, കേരള മോഡൽ, നമ്മുടെ ചികിത്സാ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് നമ്മളെ കാലാകാലങ്ങളായി നേടിയെടുത്തിട്ടുള്ള വലിയ നേട്ടങ്ങൾ, പുരോഗതി, അതിന്റെയൊക്കെ പ്രധാന കാരണം ഇങ്ങനെ വിദേശ ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിൽ ആതുരാലയങ്ങൾ വന്നു, നഴ്സുമാരെ പരിശീലിപ്പിക്കുന്ന കോളേജുകൾ വന്നു, പിന്നീട് കലാലയങ്ങള്, കോളേജുകള്, സ്കൂളുകള് ഇവ വന്നു. നമ്മുടെ ആതുര ശുശ്രൂഷ രംഗത്ത് നമ്മൾ മുൻപന്തിയിലെത്തുന്നു, വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ മുൻനിരക്കാരാവുന്നു. ഇതൊക്കെയാണ് നമ്മൾ ഈ കേരള മോഡൽ എന്ന് പറയുന്നത്. ഇതിന്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ചാലക ശക്തി എന്ന് പറയുന്നത് ക്രൈസ്തവ സഭകളുടെ മാനേജ്മെന്റിൽ ആരംഭിച്ച ഇത്തരം സംഘടനകളായിരുന്നു. അതിന് അടിത്തറയായി പ്രവർത്തിച്ചത് വിദേശത്ത് നിന്ന് ലഭിച്ചിട്ടുള്ള ഫണ്ടാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സത്യമാണ്, ചരിത്രപരമായ ഒരു സത്യമാണ്. അങ്ങനെ കേരളം ഇന്നത്തെ നിലയിലേക്ക് ഉയർന്നതിലെ ഒരു പ്രധാന പങ്ക് ഇത്തരത്തിലുള്ള ക്രൈസ്തവ സ്ഥാപനങ്ങൾ വഹിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലും ആർക്കും സംശയമില്ല. ഇപ്പോൾ തന്നെ മതപരിവർത്തന നിയന്ത്രണ അല്ലെങ്കിൽ നിരോധന നിയമങ്ങളുടെ പേരിൽ വടക്കേ ഇന്ത്യയിലെ ക്രൈസ്തവ സഭാ വിഭാഗങ്ങൾ വലിയ പീഡനങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സ്ഥാപനങ്ങളിൽ RSS, ബജ്രംഗ് ദൾ പോലെയുള്ള ആളുകൾ അവരുടെ ഈ സംഘടനകളിൽപ്പെട്ടവർ കയറിയിറങ്ങുകയാണ്. വൈദികർക്ക് അവരുടെ സഭാവസ്ത്രം ധരിക്കാൻ പോലും പലയിടത്തും അനുവാദം കിട്ടുന്നില്ല. ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശാരീരികമായിട്ടുള്ള മർദ്ദനങ്ങള്, ഭീഷണികള് ക്രൈസ്തവ മിഷണറിമാർ നേരിടുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു മിഷണറിയെ ചാണകം തീറ്റിച്ച സംഭവം, ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവം, അതിനെതിരായിട്ട് കേരളം ഒന്നാകെ മുറവിളി കൂട്ടിയത്. അതിലൊരു സാഹചര്യം ഉണ്ടായപ്പോൾ കേരളത്തിലെ BJPക്ക് പോലും അതിലിടപെടേണ്ടി വന്നു. ക്രൈസ്തവനായ ഒരു BJP നേതാവിന്റെ നേതൃത്വത്തിൽ അവിടെ ചെന്ന് നടത്തിയ നാടകങ്ങള്, കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരം ഒരു സാഹചര്യം നിലവിൽ നിൽക്കുമ്പോഴാണ് അവരുടെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതിനാവശ്യമായ ഫണ്ടിന്റെ വരവ് പോലും തടയുന്നതിന് ഇത്തരത്തിലുള്ള ഭേദഗതി നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഈ ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്ന ദിവസങ്ങൾക്കും ചില പ്രത്യേകതകളുണ്ട്. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ നിന്നുള്ള മുഴുവൻ MP-മാരും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്താണ്. ആ അവസരത്തിലാണ് ഈ ബില്ല് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ക്രൈസ്തവർ ലോകമെങ്ങും കഷ്ടാനുഭവയാഴ്ച, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണവും അദ്ദേഹത്തിന്റെ ഉത്ഥാനവും ആചരിക്കുന്ന ഈ സമയത്ത് തന്നെയാണ് ഈ ബില്ല് വന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളതും വളരെ കൗതുകകരമായ കാര്യമാണ്. ഇതുപോലെയുള്ള സഹായ ഫണ്ടുകൾ വിദേശത്തു നിന്ന് വരുന്നത് പൂർണ്ണമായിട്ട് തടയുന്നതിനും സഭകളെയും അതുപോലെയുള്ള മറ്റു സംഘടനകളെയും പൂർണ്ണമായി കേന്ദ്രത്തിന്റെ വരുതിയിലാക്കുന്നതിനും വേണ്ടിയാണ് ഈ ഭേദഗതി നിയമം കൊണ്ടുവരുന്നത് എന്നാണ് ക്രൈസ്തവ സഭകളടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ വിശ്വസിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികളെ എങ്ങനെയാണ് എതിരാളികൾക്കെതിരെ ഉപയോഗിക്കുന്നതെന്ന്. രാഷ്ട്രീയ എതിരാളികളാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തില് BJPക്ക് എതിർപ്പുള്ളവരാവട്ടെ, അവരെയൊക്കെ ED ഉപയോഗിച്ച് പീഡിപ്പിക്കുന്നത് നമുക്കറിയാം. ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ CBI ഈ വക കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നത് നമുക്ക് വളരെ ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സർക്കാരിന്റെ വേട്ടനായ്ക്കളായിട്ട് ചില കേന്ദ്ര ഏജൻസികൾ മാറിയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു പുതിയ പുലിവാല് വരുന്നത്. അതായത് FCRA ഫണ്ടിന്റെ കാര്യങ്ങൾ നോക്കാൻ നിയുക്തരാകുന്ന ഈ അതോറിറ്റി നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുമോ, അതോ സർക്കാരിന്റെ ഒരു ഏജൻസി മാത്രമായിട്ടായിരിക്കുമോ പ്രവർത്തിക്കുക? അങ്ങനെയാണെങ്കിൽ
ഇത്തരം ഫണ്ടുകളുടെ അല്ലെങ്കിൽ ഇത്തരം ഫണ്ടുകൾ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളുടെ ഭാവി എന്താവും? അവർക്കെതിരായിട്ടുള്ള വളരെ ബോധപൂർവമായ ഒരു നീക്കമായിട്ടാണ് ഇപ്പോൾ ഇത് വിമർശിക്കപ്പെടുന്നത്. നിലവിലെ നിയന്ത്രണങ്ങൾ അനുസരിച്ച് തന്നെ കേന്ദ്ര സർക്കാർ ചില ഏജൻസികൾക്കെതിരെ, ചില സഭകൾക്കെതിരെ അതികർശനമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഒരു കാര്യം പറഞ്ഞു. അതായത് അവരുടെ 3 അക്കൗണ്ടുകൾ സർക്കാർ ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുക, മരവിപ്പിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് 2 തവണ അവര് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുകയുണ്ടായി. പക്ഷെ ഒന്നും നടന്നില്ല, ഒരു സഹായവും ലഭിച്ചില്ല എന്നാണ് കാതോലിക്ക ബാവ പറയുന്നത്. അഭിമന്യ കാതോലിക്ക ബാവ തിരുമേനി ഇക്കാര്യത്തിൽ എന്തെങ്കിലും ദാക്ഷിണ്യം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമല്ല. അവരിത് വളരെ ബോധപൂർവമാണ്. ക്രൈസ്തവ സഭകളെ വരുതിയിൽ നിർത്താനാണ്, അവർക്ക് ലഭിക്കുന്ന വിദേശ സഹായം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കൃത്യമായിട്ട് ഇത് ചെയ്യുന്നത്. അതിന് ഒരു ഉദാഹരണം കൂടി പറയാം. കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സഭ, അതിന്റെ തിരുവനന്തപുരം അതിരൂപത അടുത്ത കാലത്ത് വിഴിഞ്ഞം തുറമുഖം സംബന്ധിച്ച് ഒരു സമരം നടക്കുകയുണ്ടായി. അതിൽ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പങ്കെടുത്തിരുന്നു. ചില ലത്തീൻ കത്തോലിക്ക വൈദികര് നേതൃത്വപരമായ പങ്കും വഹിക്കുകയുണ്ടായി. പക്ഷേ സമരം ചെയ്തത് തുറമുഖത്തിന്റെ കാര്യത്തിലാണെങ്കിലും അത് പ്രത്യക്ഷത്തിൽ അദാനിക്കെതിരെയായി പോയി. അദാനി എന്ന് പറഞ്ഞാൽ ആരാണ്? മോദിയുടെ ഏറ്റവും അടുത്ത ആളാണ്, കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിനെതിരെ എങ്ങനെയാണ് നിങ്ങളൊക്കെ സമരം ചെയ്യുക? അത് മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിന് 2 ദിവസം മുമ്പ് ന്യൂഡൽഹിയിൽ നിന്നുള്ള ലഫ്റ്റനന്റ് ഗവർണർ ഇവിടെ വന്നു. അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് നെറ്റോ തിരുമേനിയെ ഒന്ന് കാണണം എന്നായിരുന്നു. ഒന്ന് കണ്ടാൽ മതി. അദ്ദേഹം വന്നതിന്റെ ഒരു ദിവസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് പോളിംഗ് നടക്കുകയാണ്. ലഫ്റ്റനന്റ് ഗവർണർക്ക് ആർച്ച് ബിഷപ്പിനെ ഒന്ന് കണ്ടാൽ മതി. കാണുന്നത് തന്നെ ഒരു സന്ദേശമാവും. അത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുന്നതിന് രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിക്കണം, അതായിരുന്നു ആ വരവിന്റെ ഉദ്ദേശം. പക്ഷേ അഭിമന്യ തോമസ് നെറ്റോ തിരുമേനി അതിന് തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞു, ലഫ്റ്റനന്റ് ഗവർണറെ കാണണമെങ്കിൽ കാണാം, അത് വോട്ടിങ്ങിന് ശേഷം. ഇതൊന്നും കേന്ദ്രത്തിന് അത്ര പിടിച്ചില്ല. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ നിരവധി FCRA അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത് അല്ലെങ്കിൽ റദ്ദാക്കിയത്. അങ്ങനെ എപ്പോൾ വേണമെങ്കിലും പ്രതികാര മനോഭാവത്തോടുകൂടി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ആയുധമാണ് കേന്ദ്ര സർക്കാരിന്റെ കൈവശം ലഭിക്കാൻ പോകുന്നത്. യാതൊരു സംശയവുമില്ല. നിലവിലുള്ള നിയമ ഭേദഗതികൾ ഉപയോഗിച്ച് തന്നെ ധാരാളം നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം അക്കൗണ്ടുകൾ ന്യൂഡൽഹിയിലെ SBIയുടെ മെയിൻ ബ്രാഞ്ച് വഴി മാത്രമേ നടത്താൻ പറ്റൂ എന്നൊരു നിയന്ത്രണം കൊണ്ടുവരികയുണ്ടായി. ഇപ്പോഴാണ് പുതിയ അതോറിറ്റി വരുന്നു. ഈ ഫണ്ടിന്റെ വിനിയോഗത്തിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ, ലൈസൻസ് ക്യാൻസൽ ആക്കുകയാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളുടെ ആസ്തികൾ പോലും പിടിച്ചെടുക്കാമെന്ന നിലയിലുള്ള ഭേദഗതി വരുന്നത്. കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിട്ട് ഇപ്പോൾ ഇത് മാറിയിരിക്കുന്നു. കേരളത്തിലെ ക്രൈസ്തവരെ എങ്ങനെയെങ്കിലും അടുപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഭഗീരഥ പ്രയത്നം BJP നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വക ഒരു നിയമനിർമ്മാണവുമായിട്ട് കേന്ദ്രം വന്നിരിക്കുന്നത്. അവരെ ക്രൈസ്തവനായ ഒരാളെ കേന്ദ്രമന്ത്രിയാക്കുന്നു. അതുപോലെ തന്നെ ധാരാളം ക്രൈസ്തവരായിട്ടുള്ള പ്രവർത്തകർക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിത്വം നൽകുന്നു. 2020 പോലുള്ള സംഘടനയ്ക്ക് 19 സ്ഥാനാർത്ഥികളെ നൽകുന്നു. അതുമാത്രമല്ല, ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ കേക്കുമായിട്ട് അരമനകളിലേക്ക് BJPയുടെ നേതാക്കൾ കടന്നു ചെല്ലുന്നു. ഇതൊക്കെ ഒരു വശത്ത് ക്രൈസ്തവ വോട്ടുകൾ എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. അതേസമയം തന്നെ ഈ ക്രൈസ്തവ സഭകളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള FCRA നിയമ ഭേദഗതി പോലെയുള്ളവ കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ ഇരട്ടത്താപ്പാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്നത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഈ ഭേദഗതി നമ്മുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിക്കുന്നതിൽ കേരളത്തിലെ ക്രൈസ്തവർക്കും ചെറുതല്ലാത്ത ഒരു പങ്കുണ്ട്. അത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യവുമാണ്. അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയരുമ്പോൾ അവർ എന്ത് നിലപാടായിരിക്കും എടുക്കുക എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കൂടാരം ചാടി വന്ന ചില പ്രാഞ്ചിയേട്ടന്മാർ ഇന്ന് BJPയുടെ കൂടെ ഉണ്ട്. അവരൊക്കെ മത്സരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. BJPയിലൂടെയാണ് ഇനി രക്ഷ എന്നാണ് അവർ പറയുന്നത്. അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇത് ക്രൈസ്തവർക്ക് ബാധകമല്ലെന്ന്. ഇത് ആർക്കാണ് ബാധകമാവുക? ഈ FCRA ഭേദഗതി നിയമം ക്രൈസ്തവർക്കല്ല ബാധകമാകുന്നതെങ്കിൽ പിന്നെ ആർക്കാണ് ഇതുമൂലം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക? അത് ഈ പ്രാഞ്ചിയേട്ടന്മാര് പറയേണ്ട കാര്യമാണ്. ഇന്ന് മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ മുമ്പിൽ
ഇത്തരം പ്രാഞ്ചിയേട്ടന്മാർ വോട്ടും ചോദിച്ച് നിൽപ്പുണ്ട്. അവരോട് കേരളം എടുക്കുന്ന മനോഭാവം എന്തായിരിക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. BJPയുടെ വിചാരം ഈ കൃസംഖികളെ ഉപയോഗിച്ച് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ ഭരണം പിടിച്ചെടുക്കാവുന്ന. പക്ഷെ വോട്ടർമാർ ഓരോന്നും കാണുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ഓരോ നീക്കങ്ങളുടെയും പിന്നിലുള്ള ലക്ഷ്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. കുറെ മാസങ്ങൾക്ക് മുമ്പ് RSSന്റെ ഒരു ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൽ വന്ന ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളുടെ സ്വത്തിനെ കുറിച്ചുള്ള ഒരു ലേഖനം, അത് കണ്ടപ്പോൾ തന്നെ ഇതുപോലെയുള്ള എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമെന്ന് ഇന്ത്യയിലെ ക്രൈസ്തവ സഭാ നേതൃത്വം മനസ്സിലാക്കിയതാണ്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് എനിക്കൊരു സന്ദേശം അയക്കുകയുണ്ട്, ഒരു വാട്സാപ്പ് സന്ദേശം. കേന്ദ്രത്തിലെ BJP സർക്കാരിൽ നിന്ന് ക്രൈസ്തവരെ ഒരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കണ്ട എന്ന് ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ഒരു മറയും കൂടാതെ പറഞ്ഞ BJP നേതാവിനൊപ്പം ഒരു BJP സ്ഥാനാർത്ഥി കൃസംഗി ജീപ്പിൽ പോകുന്നത് ഈ സുഹൃത്ത് കാണുകയുണ്ടായി. അപ്പോൾ കശാപ്പിന് ഉദ്ദേശിച്ച കാളയെ പൂമാരെ അണിയിച്ചുകൊണ്ട് പോകുന്ന രംഗമാണ് തനിക്ക് ഓർമ്മ വന്നതെന്ന് ആ സുഹൃത്ത് എനിക്കയച്ച സന്ദേശത്തിൽ പറയുകയുണ്ടായി.